പ്രിയ വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ രാജാ ഔർ വിദ്രോഹി എന്ന നാടകത്തിലെ ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റികളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. ചോദ്യം 1. സബ്സെ ബൽവാൻ രാജാ ബനേഗ. ഇസ് വിചാർ സെ ആപ് കഹാ തക് സെഹ്മത് ഹെ? ഏറ്റവും ശക്തിയുള്ളവൻ രാജാവാകും. ഈ അഭിപ്രായത്തോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു? ഉത്തരം: മേം സെഹ്മത് നഹീ ഹൂം. രാജാ ബുദ്ധിമാൻ ഹോനാ ചാഹിയേ. ഞാൻ യോജിക്കുന്നില്ല. രാജാവ് ബുദ്ധിമാനായിരിക്കണം. ചോദ്യം 2. യേ സിർഫ് ഖേൽ ഹെ. രാജൻ കെ രാജാ ബൻനെ മേ ഹർജ് ക്യാ ഹെ? ബാദ് മേ തുമ്ഹാരി ഭീ രാജാ ബൻനെ കി ബാരി ആയേഗി. ഇസ് കഥൻ സെ ബച്ചോം കെ ഖേൽ കി കോൺസി വിശേഷത പ്രകട് ഹോതി ഹെ? ഇതൊരു കളി മാത്രമാണ്. രാജൻ രാജാവാകുന്നതിൽ എന്താണ് കുഴപ്പം? പിന്നീടും നിനക്കും രാജാവാകാൻ ഊഴം വരും. ഈ പ്രസ്താവനയിലൂടെ കുട്ടികളുടെ കളിയുടെ ഏത് സവിശേഷതയാണ് വെളിപ്പെടുന്നത്? ഉത്തരം: ഇസ്സെ ബച്ചോം കി മാസൂമിയത് ഔർ ഖേൽ കി ഭാവന പ്രകട് ഹോതി ഹെ. ഇതിലൂടെ കുട്ടികളുടെ നിഷ്കളങ്കതയും കളിമനോഭാവവും വെളിപ്പെടുന്നു. ചോദ്യം 3. ഹം കിസി സെ ഡർത്തെ നഹി, ലേക്കിൻ ഹം മഹാരാജ് സെ ലഡ്നാ നഹി ചാഹ്തെ. യഹാ ജനതാ കെ കിസ് മനോഭാവ് കാ പരിചയ മിൽത്താ ഹെ? ഞങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് മഹാരാജാവിനോട് യുദ്ധം ചെയ്യാൻ താൽപ്പര്യമില്ല. ഇവിടെ ജനങ്ങളുടെ ഏത് മനോഭാവമാണ് കാണുന്നത്? ഉത്തരം: യഹാ ജനതാ കി ശാന്തി പ്രിയത ഔർ രാജാ കെ പ്രതി സമ്മാൻ കാ പതാ ചൽത്താ ഹെ. ഇവിടെ ജനങ്ങളുടെ സമാധാനപ്രിയതയും രാജാവിനോടുള്ള ആദരവുമാണ് വ്യക്തമാകുന്നത്. ചോദ്യം 4. यानी कि लड़ाई के आनंद और उल्लास से तुम लोग मुझे अलग करना चाहते हो. लड़ाई से आनंद और उल्लास का अनुभव करने वाले राजा पर आपका विचार क्या है? അതായത് യുദ്ധത്തിന്റെ ആനന്ദത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും നിങ്ങൾ എന്നെ അകറ്റാൻ ആഗ്രഹിക്കുന്നു എന്നാണോ? യുദ്ധത്തിൽ സന്തോഷം കണ്ടെത്തുന്ന രാജാവിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉത്തരം: ലഡായി സെ ആനന്ദ് പാന ഗലത് ഹെ. യുദ്ധ കേവൽ ദുഃഖ് ലാതാ ഹെ. യുദ്ധത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് തെറ്റാണ്. യുദ്ധം ദുഃഖം മാത്രമേ നൽകൂ. ചോദ്യം 5. ജനതാ കി ഭീഡ് മേ മിൽ ജാന, ഇസ്കാ മത്ലബ് ക്യാ ഹെ? ജനക്കൂട്ടത്തിൽ അലിഞ്ഞു ചേരുക, ഇതിന്റെ അർത്ഥമെന്താണ്? ഉത്തരം: ഇസ്കാ മത്ലബ് ഹെ ആം ആദ്മി ബൻ ജാന ഔർ ഘമണ്ഡ് ഛോഡ്ന. ഇതിനർത്ഥം ഒരു സാധാരണക്കാരനായി മാറുക എന്നും അഹങ്കാരം ഉപേക്ഷിക്കുക എന്നുമാണ്. ചോദ്യം 6. लड़ाई के बिना ही राजा ने अपना अधिकार जनता को सौंप दिया. यह कैसे संभव हो पाया? യുദ്ധമില്ലാതെ തന്നെ രാജാവ് തന്റെ അധികാരം ജനങ്ങൾക്ക് കൈമാറി. ഇതെങ്ങനെയാണ് സാധ്യമായത്? ഉത്തരം: जनता की एकता और उनके सही सवालों के कारण यह संभव हुआ. ജനങ്ങളുടെ ഒത്തൊരുമയും അവരുടെ ശരിയായ ചോദ്യങ്ങളും കാരണമാണ് ഇത് സാധ്യമായത്. കുട്ടികളെ, ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ നാം ചർച്ച ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആക്ടിവിറ്റികൾ പരിശോധിക്കാം. സംബന്ധ് പഹചാനേം ഓർ മിലാൻ കർക്കെ ലിഖേം. ബന്ധം തിരിച്ചറിഞ്ഞ് യോജിപ്പിക്കുക. കുട്ടികളെ, ഇവിടെ 3 കോളങ്ങളാണ്. ഓരോന്നിന്റെയും തലക്കെട്ട് ഞാൻ വായിക്കാം. ക്യാ കഹാ, എന്തു പറഞ്ഞു? കിസ്നെ കഹാ, ആരു പറഞ്ഞു? ഇസ്സെ ക്യാ സംഝാ, ഇതിലൂടെ എന്തു മനസ്സിലാക്കാം? ഞാനിവിടെ ഉത്തരം കാണിക്കാം, നിങ്ങൾ നോക്കി എഴുതുക. അടുത്ത ആക്ടിവിറ്റി രേഖാങ്കിത് പദ്ബന്ധ് പർ ധ്യാൻ ദേം. പദ്ബന്ധോം കാ അർത്ഥ പെഹചാനേം. രേഖയിട്ടിരിക്കുന്ന പദബന്ധങ്ങൾ ശ്രദ്ധിക്കുക. പദബന്ധങ്ങളുടെ അർത്ഥം കണ്ടെത്തുക. ന്യായാധീശ് രാജചാരൺ കി ചാപ്ലൂസി സുൻ സുൻകർ ജനതാ കെ കാൻ ജൻജനാ രഹേ ഹൈ. ഈ വാചകത്തിലെ കാൻ ജൻജനാ രഹേ ഹൈ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം കണ്ടെത്തുക. ഉത്തരം: इसका अर्थ है अप्रिय बातें सुनकर तंग आ जाना या परेशान होना. അരോചകമായ കാര്യങ്ങൾ തുടർച്ചയായി കേട്ടും മടുക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടു തോന്നുക. അടുത്ത ചോദ്യം. യഹ് സംവാദ് പഠേം ഓർ ചൂട്ടെ പരസർഗ് പെഹചാനേം.
ഈ സംഭാഷണം വായിച്ച് ഒഴിവായിരിക്കുന്ന പരസർഗങ്ങൾ അഥവാ വ്യാകരണ ചിഹ്നങ്ങൾ കണ്ടെത്തുക. ന്യായാധീഷ്. രാജചാരൻ चापलूसी सुन-सुनकर जनता के कान झनझना रहे हैं. राजा. मुझे पता है नमक का गुण वह गाएगा ही. ഉത്തരം. ജനത കെ, ജനതയുടെ. ഇവിടെ ജനതയും കാൻ എന്ന പദവും തമ്മിലുള്ള ബന്ധം കാണിക്കാൻ കെ ഉപയോഗിച്ചിരിക്കുന്നു. നമക് ക, ഉപ്പിന്റെ. നമക്, ഗുൺ എന്നീ പദങ്ങൾ തമ്മിലുള്ള ബന്ധം കാണിക്കാൻ ക ഉപയോഗിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം. കോഷ്ഠക് സെ ഉചിത് പരസർഗ് ചുൻകർ റിക്ത് സ്ഥാൻ ഭരേം. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പരസർഗ് തെരഞ്ഞെടുത്ത് ഒഴിവുള്ള സ്ഥലം പൂരിപ്പിക്കുക. കുട്ടികളെ, ഞാനീ പൂരിപ്പിച്ച ഉത്തരങ്ങൾ ഇവിടെ പറയാം. നാടക് കെ പാത്ര മഞ്ച് പർ ആത്തെ ഹേൻ. നാടകത്തിലെ കഥാപാത്രങ്ങൾ വേദിയിലേക്ക് വരുന്നു. രാജാ കി വേഷ്ഭൂഷ സുന്ദർ ഥി. രാജാവിന്റെ വേഷവിധാനം മനോഹരമായിരുന്നു. ബച്ചോं का നാടക് ജോഷീല ഥ. കുട്ടികളുടെ നാടകം ആവേശകരമായിരുന്നു. അടുത്ത ചോദ്യം. टिप्पणी लिखी. राजा और विद्रोही नाटक का राजा आपको कैसा लगा? राजा की चरित्रगत विशेषताओं का परिचय देते हुए टिप्पणी लिखी. രാജാ ഓർ വിദ്രോഹി നാടകത്തിലെ രാജാവിനെ നിങ്ങൾക്കെങ്ങനെ തോന്നി? രാജാവിന്റെ സ്വഭാവ സവിശേഷതകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പെഴുതുക. ഉത്തരം. राजा और विद्रोही नाटक का राजा शुरू में बहुत अहंकारी और सत्ता का लोभी था. രാജ ഓർ വിദ്രോഹി എന്ന നാടകത്തിലെ രാജാവ് തുടക്കത്തിൽ വളരെ അഹങ്കാരിയും അധികാരമോഹിയുമായിരുന്നു. വഹ് ഖുദ് കോ സബ്സെ ബൽവാൻ സമജ്താ ഥ और उसे യുദ്ധ करने में ആനന്ദ് മിൽത്താ ഥ. താനാണ് ഏറ്റവും ശക്തനെന്ന് അദ്ദേഹം കരുതിയിരുന്നു. കൂടാതെ യുദ്ധം ചെയ്യുന്നതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തിയിരുന്നു. लेकिन जब उसने निहत्थी जनता की एकता और उनके साहस को देखा तो उसका हृदय बदल गया. എന്നാൽ നിരായുധരായ ജനങ്ങളുടെ ഐക്യവും ധൈര്യവും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. उसने अपनी गलती मानी और अपना राजमुकुट उतारकर अधिकार जनता को सौंप दिया. अंत में वह एक न्यायप्रिय और संवेदनशील व्यक्ति के रूप में सामने आता है. അവസാനത്തിൽ അദ്ദേഹം നീതിപരനും സഹാനുഭൂതിയുള്ളവനുമായ ഒരു വ്യക്തിയായി മാറുന്നു. ഇനി അവസാനത്തെ ചോദ്യം. ചലോ ഹം രാജാ ഓർ വിദ്രോഹി നാടക് കാ മഞ്ജൻ കരേം. നമുക്ക് രാജാ ഓർ വിദ്രോഹി നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കാം. കുട്ടികളെ, ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേജിൽ അവതരിപ്പിക്കാനുള്ള പ്രവർത്തനമാണ്. ഇതോടെ നമ്മുടെ പാഠത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും മറക്കരുതേ. നന്ദി.